Hi dear students, today we are going to discuss about the methods of measuring elasticity of demand. How can we find the elasticity of demand, or how can we measure the elasticity of demand? Elasticity of demand എങ്ങനെ measure ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. We can use so many methods for measuring elasticity of demand. The first method for measuring elasticity of demand is percentage method. Under percentage method, elasticity of demand can be measured by using a formula, that is percentage change in quantity demand divided by percentage changes in price. നമുക്ക് എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ക്യാൻ ബി പെർസെൻറ്റേജ് മെത്തേഡ് വഴി എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ percentage change in price. We can find elasticity of demand by using another formula, that is ED is equal to delta P by delta Q into P by Q. Delta P by delta Q into P by Q. This is the formula. അല്ലേ? ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്താൻ പറ്റും. അപ്പൊ എന്താണ് ED? ED മീൻസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഡെൽറ്റ പി. വാട്ട് ഇസ് ഡെൽറ്റ പി? ഡെൽറ്റ മീൻസ് ചേഞ്ച് എന്നാണ് അർത്ഥം. ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഡെൽറ്റ പി മീൻസ് ചേഞ്ച് ഇൻ പ്രൈസ്. Change in price. Delta Q, change in quantity demanded. Demand ചെയ്ത അളവിൽ വന്ന വ്യത്യാസം, അതാണ് എന്ത് ഡെൽറ്റ ക്യൂ. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ് ഓർ ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറയും, ആദ്യത്തെ വില. ക്യൂ ഇനീഷ്യൽ ക്വാണ്ടിറ്റി. എങ്ങനെയാണ് ഇത് വെച്ച് കണക്ക് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ഫ്രം 60 rupees to 70 rupees, അല്ലേ? ഒരു 60 രൂപയിൽ നിന്ന് 70 രൂപയായിട്ട് പെട്രോളിന്റെ വില വർദ്ധിച്ചു എന്നിരിക്കട്ടെ, അല്ലേ? ഇന്ന് പെട്രോളിന്റെ വില 105 വരെയൊക്കെ എത്തിയിരിക്കുന്നു. പക്ഷെ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നു. ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ഫ്രം 60 rupees to 70 rupees, അല്ലേ? പെട്രോളിന്റെ ആദ്യത്തെ വില എത്രയാണ്? 60 രൂപ, അല്ലേ? 60 രൂപ, അതാണ് ഇനീഷ്യൽ പ്രൈസ്. ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ഫ്രം 60 rupees to 70 rupees, 60 രൂപയിൽ നിന്ന് 70 രൂപയായിട്ട് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ 60 എന്ന് പറയുന്നത് ഇനീഷ്യൽ പ്രൈസ് ആണ്, ആദ്യം ഉണ്ടായിരുന്ന വിലയാണ്. എന്നാൽ എത്ര രൂപയായിട്ടാണ് ഇൻക്രീസ് ചെയ്തത്? 70 രൂപയായിട്ട്. അപ്പൊ എത്ര രൂപയുടെ മാറ്റാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? 10 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെ? അതാണ് ഡെൽറ്റ പി. ഡെൽറ്റ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ, 70 - 60, 10 രൂപയുടെ ഒരു വ്യത്യാസം. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 കിട്ടിയത് എത്ര ചേഞ്ച് ആണ്? 60 രൂപയിൽ നിന്ന് 70 രൂപയായിട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 10 രൂപയുടെ വ്യത്യാസമാണ്. അതാണ് ഡെൽറ്റ പി, മാറ്റം. ഇനി ക്യൂ, അപ്പോ ഇവിടെ പറയുന്നത് ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ഫ്രം 60 rupees to 70 rupees, ദ ഡിമാൻഡ് ഡിക്രീസസ് ഫ്രം 100 liters to 80 liters. 100 ലിറ്ററിൽ നിന്ന് 80 ലിറ്റർ ആയിട്ട് കുറഞ്ഞു. നമുക്കറിയാം, ഒരു സാധനത്തിന്റെ വില കൂടിക്കഴിഞ്ഞാൽ ആളുകൾ ഡിമാൻഡ് ചെയ്യുന്നത്, വാങ്ങുന്ന അളവ് കുറയും. നേരത്തെ വാങ്ങിയിരുന്നതിനേക്കാൾ കുറഞ്ഞ അളവിലാണ് ആളുകൾ എന്ത് ചെയ്യുള്ളൂ? ഡിമാൻഡ് ചെയ്യുള്ളൂ, വാങ്ങിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇഫ് ദ പ്രൈസ് ഓഫ് പെട്രോൾ ഇൻക്രീസസ് ഫ്രം 60 rupees to 70 rupees, the demand decreases from 100 liters to 80 liters.
അപ്പോൾ as we know that 100 liters is the first quantity, so we can write Q is equal to 100. ആദ്യം ഉണ്ടായിരുന്ന അല്ലെ, അതായത് 60 രൂപയ്ക്ക് 100 ലിറ്ററോളം ഡിമാൻഡ് ചെയ്തിരുന്നു ആളുകൾ. എന്നാൽ if the price of petrol increases from 60 rupees to 70 rupees, 60 രൂപയിൽ നിന്ന് 70 രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് ഡിക്രീസസ് ഫ്രം 100 liters to 80 liters. 100 ലിറ്ററിൽ നിന്ന് 80 ലിറ്റർ ആയിട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ എത്ര രൂപയുടെ കുറവാണ് വന്നത്? ഓക്കെ, 20 ലിറ്ററിന്റെ വ്യത്യാസമാണ് അവിടെ വന്നത്. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ, അളവിലെ മാറ്റം. അളവിലെ മാറ്റം എത്രയാണ് ഉണ്ടായത്? 20 ലിറ്ററിന്റെ മാറ്റമാണ് അല്ലെ. 100 ലിറ്ററാണ് ആദ്യം ഉണ്ടായിരുന്നത്, പക്ഷെ വില കൂടിയപ്പോൾ ആളുകൾ 20 ലിറ്ററോളം കുറച്ചു അല്ലെ. 80 ലിറ്ററേ വാങ്ങിയുള്ളൂ, അപ്പൊ 20 അല്ലെ. അപ്പൊ നമുക്ക് എല്ലാ അളവുകളും കിട്ടി. ഇനി ജസ്റ്റ് നമുക്ക് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. സോ വി ക്യാൻ ഫൈൻഡ്, we can measure the elasticity of demand. the equation is endana ED is equal to delta Q by delta P into P by Q അല്ലേ. ഇവിടെ നോക്കൂ, ഡെൽറ്റ ക്യൂ എത്രയാണ്? 20 അല്ലേ. ഡെൽറ്റ ക്യൂ നമുക്കറിയാം 20 ആണ്. അതെഴുതി. ഡിവൈഡഡ് ബൈ എഴുതി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാലോ 10 അല്ലേ. പിന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് അതേപടി എഴുതി. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ വില 60 ആയിരുന്നു, ആ സമയത്ത് 100 ലിറ്റേഴ്സ് അല്ലേ ക്യൂ. ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഗുണിക്കാം അല്ലേ. 20 ഇൻറ്റു 60 എത്ര കിട്ടുക അല്ലേ? 6 12 1200 ഡിവൈഡഡ് ബൈ കിട്ടുക 1000. 1.2 ED is equal to, അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 1.2 എന്നാണ് ആൻസർ കിട്ടിയത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഒന്നിൽ കൂടുതൽ ഇലാസ്റ്റിസിറ്റി കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇറ്റ് ഈസ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, അല്ലെങ്കിൽ അവിടെ ഇലാസ്തികത വളരെ കൂടുതലാണ് അല്ലെ. ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് നമുക്ക് കിട്ടുക. ഒന്നിനേക്കാൾ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പെർസെൻറ്റേജ് മെത്തേഡ് വഴി എന്ത് ചെയ്യാം, ഇലാസ്റ്റിസിറ്റി കാണുന്നത് അല്ലെ. ഇലാസ്റ്റിസിറ്റി കാണാനുള്ള പെർസെൻറ്റേജ് മെത്തേഡ് വഴി ഇലാസ്റ്റിസിറ്റി കാണാനുള്ള ഒരു ഇക്വേഷനാണ്. ഇത് വെച്ചിട്ടാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വാട്ട് ആർ ദ factors determining the demand for elasticity of demand അല്ലേ. നമ്മൾ മുമ്പ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് what are the factors that are determining the elasticity of demand. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. എക്സാമിന് ചോദിക്കാറുണ്ട്, ഈ ക്വസ്റ്റ്യനും വരാറുണ്ട്. ഏതൊക്കെ ഘടകങ്ങളാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നത്, ആ ഒരു ക്വസ്റ്റ്യനും വരാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ എന്തൊക്കെ ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത്? ഫസ്റ്റ് വൺ ആയിട്ട് പറയുന്നത് നേച്ചർ ഓഫ് ഗുഡ്സ്. നേച്ചർ ഓഫ് ഗുഡ്സ് എന്താണ്? നേച്ചർ ഓഫ് ഗുഡ്സ്, നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവം അല്ലെ. നേച്ചർ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്തുക്കളുടെ സ്വഭാവം അല്ലെ. അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നേച്ചർ ഓഫ് ഗുഡ്സ് വെദർ ദ ഗുഡ് ഈസ് ലക്ഷറി ഓർ നെസസറി. നെസസറി ഗുഡാണോ ലക്ഷറി ഗുഡാണോ എന്ന് നോക്കിയിട്ടാണ് ഇലാസ്തികത തീരുമാനിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ലക്ഷറി ഗുഡ് ആണ് എങ്കിൽ ഇറ്റ് ഹാസ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്നാൽ ഇഫ് ദ ഗുഡ് ഈസ് എ നെസസറി ഗുഡ്, അവശ്യ വസ്തു ആണെങ്കിൽ ഇറ്റ് ഹാസ് എ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അതാണ് അതിൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം പറയുന്നത് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്?
ഒന്നിന് പകരം ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് അല്ലെ. എ ഗുഡ് ക്യാൻ ബി റീപ്ലേസ്ഡ് ടു അദർ അല്ലെ. ഒന്നിന് പകരം ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സും എന്തിനെ സ്വാധീനിക്കുന്നതാണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് എ ഗുഡ് ഹാസ് എ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ഒരു ഗുഡിന് പകരം ഒരുപാട് വസ്തുക്കൾ ഉണ്ട് വെക്കാനെങ്കിൽ ഇറ്റ് ഹാസ് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് ഉണ്ട് എങ്കിൽ ഇറ്റ് ഹാസ് ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ്. അതിനെന്താ പറയുന്നത്? ഡിമാൻഡ് വളരെ അല്ലെ, ഇലാസ്തികത വളരെ കൂടുതലാണ്. ഇഫ് ദ ഗുഡ് ഹാവ് അല്ലെങ്കിൽ ഇഫ് ദ ഗുഡ് ഹാവ് ലെസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, കുറച്ച് സബ്സ്റ്റിറ്റ്യൂട്ട്സേ ഉള്ളൂ എങ്കിൽ ഇറ്റ് ഹാസ് ഓൺലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതിനുള്ളത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോ വൈൽ എ ഗുഡ് ഈസ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് എങ്കിൽ ഇറ്റ് ഹാസ് എ ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്നാൽ ഇഫ് എ ഗുഡ് ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇറ്റ് ഹാസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻകം ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറിന്റെ ഇൻകം അല്ലെ. എന്താണ് ഇൻകം എന്ന് പറഞ്ഞാൽ? വരുമാനം. കൺസ്യൂമറിന്റെ ഉപഭോക്താവിന്റെ വരുമാനത്തെ ആശ്രയിച്ച്. ആസ് ഫാർ ആസ് കൺസ്യൂമേഴ്സ് ഇൻകം ഈസ് കൺസേൺഡ്, ഇഫ് the goods they use it has only less elastic demand. അതായത് റിച്ച് ആയിട്ടുള്ള ആളുകൾ വാങ്ങിക്കുന്ന വസ്തുക്കൾക്ക് അല്ലെ, അപ്പോൾ അതിനെന്താണ് ഡിമാൻഡ് ഇലാസ്തികത കുറവാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ബട്ട് ദ ഗുഡ്സ് യൂസ്ഡ് ബൈ ദ പുവർ പീപ്പിൾ ഇറ്റ് ഹാസ് എ ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പൊ അതാണ് മറ്റൊരു പ്രത്യേകത. ദെൻ പ്രൈസ് ഓഫ് ഗുഡ്സ്. പ്രൈസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? സാധനങ്ങളുടെ വില അല്ലെ. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ചീപ്പ് ഗുഡ്. ചീപ്പ് ഗുഡിന് ഇലാസ്തികത വളരെ കുറവാണ്. ചീപ്പ് ഗുഡിന് വില കുറഞ്ഞ വസ്തുക്കൾക്ക് ഇലാസ്തികത വളരെ കുറവാണ്. എന്നാൽ വില കൂടിയ വസ്തുക്കൾക്ക്, കോസ്റ്റ്ലി ആയിട്ടുള്ള ഗുഡ്സിനാണെങ്കിലോ ഇലാസ്തികത വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അതാണ് പ്രൈസ് ഓഫ് ഗുഡ്സ്. സാധനങ്ങളുടെ വിലയെ ആശ്രയിച്ചിരിക്കുന്നു ഇലാസ്തികത അല്ല. ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ് സാധനങ്ങളുടെ വില. അതായത് ചീപ്പ് ഗുഡാണ് എങ്കിൽ അതിന് എന്താണ് ഇലാസ്തികത വളരെ കുറവാണ്. എന്നാൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഗുഡാണെങ്കിൽ ഇതിന് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. പിന്നെ ടൈം പീരീഡ് എങ്ങനെയാണ്? ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ലോങ് പീരീഡ് ആണ് എങ്കിൽ, അതായത് ഇലാസ്റ്റിസിറ്റി ഈസ് ഹൈ ഫോർ ലോങ് പീരീഡ്, കുറെ കാലത്തേക്കാണ് എങ്കിൽ ഇലാസ്തികത വളരെ കൂടുതലാണ്. എന്നാൽ അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ദ കൺസ്യൂമർ ഹാസ് ദ ടൈം ടു ഷിഫ്റ്റ് ദയർ കൺസംഷൻ ഫ്രം വൺ ഗുഡ്സ് ടു അനദർ ഗുഡ് അല്ലെ. എന്താണ് കൺസംഷൻ? കൺസ്യൂമർക്ക് ഒരു ഗുഡിൽ നിന്ന് മറ്റൊരു ഗുഡിലേക്ക് അല്ലെങ്കിൽ ചീപ്പർ ഗുഡിലേക്ക് മാറാനുള്ള ഒരു സമയമുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ടൈം പീരീഡ് വളരെ കൂടുതലാണ് എങ്കിൽ അതിന് ഇലാസ്തികത വളരെ കൂടുതലാണ്. എന്നാൽ ഷോർട്ട് പീരീഡ് ആണ് എങ്കിൽ അതിന് ഇലാസ്തികത വളരെ കുറവുമാണ്. ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള നേച്ചർ ഓഫ് ഗുഡ്സ് അല്ലെ. ലക്ഷറി ഗുഡാണോ അതോ സാധാരണ അവശ്യ വസ്തുവാണോ? ലക്ഷറി ഗുഡാണെങ്കിൽ ഇലാസ്തികത വളരെ കൂടുതലാണ്. എന്നാൽ അനെസസറി ഗുഡാണെങ്കിൽ ഇലാസ്തികത വളരെ കുറവുമാണ്. പിന്നെ നോക്കുന്നതാണ് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് എ ഗുഡ് ഹാവ് എ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇറ്റ് ഹാസ് ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഒരു ഗുഡിന് ധാരാളം സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് എങ്കിൽ, പകരം ഉപയോഗിക്കാൻ ഒരുപാട് വസ്തുക്കൾ ഉണ്ട് എങ്കിൽ അതിന് ഇലാസ്തികത വളരെ കൂടുതലാണ്. എന്നാൽ ഇഫ് എ ഗുഡ് ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഹാസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതിന് ഇലാസ്തികത കുറവാണ്. ഏതിന്? സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇല്ലാത്ത വസ്തുക്കൾക്ക് ഇലാസ്തികത വളരെ കുറവാണ് അല്ലേ. പിന്നെ മറ്റൊരു കാര്യം പറയുന്നതാണ് പ്രപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ഗുഡ്സ്. അതായത് ഒരു കൺസ്യൂമർ ഒരു ഗുഡിന് എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയിട്ട്. അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
if we spend a small portion of our income to some goods like salt, അല്ലേ, അതുപോലെ തന്നെ ലേറ്റേഴ്സ് എക്സെട്ര, അല്ലേ, എങ്ങനെയാണ് നമുക്കറിയാം മാച്ച്, ഇപ്പോൾ തീപ്പെട്ടി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോൾട്ട്, ഉപ്പ്. നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ചാക്ക് കണക്കിന് ഉപ്പ് വാങ്ങിച്ചിടുമോ? ഇല്ല, അല്ലേ. നമ്മൾ ആവശ്യത്തിന് മാത്രമാണ് ഉപ്പ് ഇത്ര അളവ് മതി എന്ന് നമുക്കറിയാം, ആ അളവിനെ വാങ്ങിക്കുള്ളൂ. നമ്മുടെ കുറേ ക്യാഷ് ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ലൈറ്റേഴ്സ്, അല്ലേ, ലൈറ്റർ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൈറ്റേഴ്സ് ഒന്നും വാങ്ങി സൂക്ഷിക്കില്ല. നമുക്കത് ആവശ്യത്തിന്, അല്ലെ, 1-2 മതി, അതിനപ്പുറത്തേക്ക് വേണ്ട, അല്ലെ. തീപ്പെട്ടിയൊന്നും ഒരുപാട് വാങ്ങി സൂക്ഷിക്കില്ല. അപ്പം നമ്മളുടെ ഇൻകത്തിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇറ്റ് ഹാസ് എ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അങ്ങനെയുള്ള വസ്തുക്കൾക്ക് ഇലാസ്തികത വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. അതർവൈസ് ഇഫ് വി സ്പെൻഡ് അവർ ഇൻകം സോ മെനി ഇൻകം അല്ലെങ്കിൽ മെനി ഇൻകം ടു സം ഗുഡ്സ് ലൈക്ക് ലക്ഷറി ഗുഡ്സ്, അല്ലേ, നമുക്കറിയാം ചില വസ്തുക്കൾക്ക് നമ്മൾ കുറേ പണം ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഇൻകത്തിൻ്റെ വലിയൊരു ഭാഗം അതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് എങ്കിൽ അതിന് ആ ഗുഡ്സിന് എന്താണ്, ഹൈലി ഇലാസ്റ്റിക് ഡിമാൻഡാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ലെസണുമായിട്ട് കാണാം. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്, അല്ലേ. അപ്പോൾ അതുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.